നല്ല ആരെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ എന്നാൽ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത്. ആര്? ഹെഡ് മാസ്റ്റർ തന്നെ. അല്ല, ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ, ഹെഡ് മാസ്റ്റർ തന്നെ അത് തന്നെ ചെയ്യാണ്. അപ്പോൾ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ? ഇയാളുടെ ഒരു നേതാവ് ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ആളാരാ? ഇയാളിനെ MLA ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചു കൊണ്ടുവന്ന ഷാഫി പറമ്പിലാണ് അല്ലേ? ഷാഫി പറമ്പിലെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല. അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും വേണം. അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ? തയ്യാറാവില്ല. കാരണം എന്താ? കൂട്ടുകച്ചവടമാണ് ഈ കാര്യത്തിൽ കൂട്ടുകച്ചവടമാണ്. പരസ്യമായി ഇവനേക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാണ് പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ. ഞാനതൊന്നും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ ഞങ്ങളെപ്പോലുള്ളവർക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എങ്ങനെ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അതിശയം തോന്നുകയാണ്. ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ എന്നാൽ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത്. ആര്? ഹെഡ് മാസ്റ്റർ തന്നെ. അല്ല, ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ, ഹെഡ് മാസ്റ്റർ തന്നെ അത് തന്നെ ചെയ്യാണ്. അപ്പോൾ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ? ഹെഡ് മാസ്റ്ററിൻ്റെയും മുകളിലുള്ള അധ്യാപകരാണ് ബാക്കിയുള്ളവർ. അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ അക്ഷരമിണ്ടാത്തത്. എനിക്ക് തോന്നുന്നത് സതീശൻ പുറത്താക്കി എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതൊക്കെ പിന്നീട് നമ്മൾ വെളിപ്പെടുത്താം. മനസ്സിലായില്ലേ? കയറി മുറത്തി കയറി കൊത്തി എന്നാണ് കേൾക്കുന്നത്. മനസ്സിലായോ? എല്ലാവരും മനസ്സിലാക്കട്ടെ. അല്ല, അതായത് നമുക്ക് നമ്മുടെ തടിയിൽ തന്നെ തട്ടും തോന്നി എന്ത് ചെയ്യും എന്നാ പിന്നെ കാരണം ഈ രൂപത്തിലുള്ള ഇടപെടലാണ് പൊതുവെ കോൺഗ്രസിൻ്റെ നേതൃത്വം. അവരിങ്ങനെയെല്ലാം ലൈംഗിക അതിക്രമം ചെയ്യുന്നവർക്കെതിരെ വാക്കനക്കാൻ ഒരു ഘട്ടത്തിലും തയ്യാറായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞങ്ങളുടെ എല്ലാം പാർട്ടിയിലാണ് ഇങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് നന്നായി ആഘോഷിച്ചിട്ടുണ്ടാവും. ഒന്ന്. രണ്ടാമത്, ഞങ്ങളുടെ പാർട്ടിയുടെ അയലത്ത് നിർത്തുമോ? ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു 7 അയലത്ത് നിർത്തുമോ അങ്ങനെയുള്ളവരെ? അല്ല, ഞാൻ പറയണത് നിങ്ങൾ ഈ ഏതോ കാലത്ത് പാർട്ടിയുടെ എന്താ പറയുക സ്ഥാനാർത്ഥിത്വം അല്ലാത്ത കാലത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇതിനെ സമാനവൽക്കരിക്കേണ്ട. മുകേഷ് എന്ന് പറയുന്ന ഒരു പ്രത്യേക മേഖലയിലെ സിനിമാ മേഖലയിൽ നിന്ന് ആ രംഗത്ത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അയാൾ പാർട്ടി മെമ്പറൊന്നുമല്ല. മനസ്സിലായില്ലേ? അയാൾ സിനിമാ നടൻ. സിനിമാ ലോകത്ത് ഏതോ കാലത്ത് ഒരു കാര്യം നടന്നതിനെ നിങ്ങളിപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, സജീവമായ കോൺഗ്രസിൻ്റെ നേതാവ്, ആ നേതാവിനെയും നിങ്ങൾ മുകേഷിനെ എങ്ങനെയാണ് ഈ സമാനവൽക്കരിക്കുന്നത്? ശരിയാണോ? അത് നിങ്ങൾ തന്നെ ആലോചിക്കൂ. നിങ്ങളുടെ യുക്തിക്ക് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പം നിങ്ങളെന്താ ചോദിച്ചാൽ ഞങ്ങളോട് ചോദ്യം എറിയാൻ എന്നാൽ പിന്നെ മുകേഷ് ഇരിക്കട്ടെ. അതല്ലല്ലോ വേണ്ടത്. അല്ല, ഞാൻ പറയട്ടെ, PK ശശി അന്നത്തെ വിഷയത്തിൽ ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ്. PK ശശിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. PK ശശിയെ പാർട്ടിയിൽ നിന്ന് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. എന്നിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത്. പിന്നീട് പാർട്ടിയിൽ അദ്ദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി പാർട്ടിയുടെ അച്ചടക്ക ബോധമുള്ളൊരു പ്രവർത്തനമായി പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു വരാൻ കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിനുള്ള നടപടി അതിൻ്റെ പേരിലല്ല. അത് മനസ്സിലാക്കുക. നിങ്ങൾ എല്ലാത്തിനെയും കൊണ്ട് ഈ രാഹുലിൻ്റെ വിഷയത്തിൽ ചേർത്തണ്ട.